സർക്കാരിന്റെ പൊതുപണം ഉപയോഗിച്ച് PR വർക്ക് നടത്തി തുടർഭരണം ഉറപ്പാക്കാനുള്ള പിണറായി വിജയന്റെയും CPM-ന്റെയും ശ്രമങ്ങളെ ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞത് ഇന്നലെയായിരുന്നു. വികസന നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാനും ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ജനമനസ്സ് അറിയാനുമായി നടത്തിയ സർവേയുടെ യഥാർത്ഥ ഉദ്ദേശം മൂന്നാമതും തുടർഭരണം ഉറപ്പിക്കലായിരുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ ശബ്ദരേഖ പുറത്തുവന്നു. സർവേയുമായി വീടുകളിൽ കയറിയിറങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പാലിക്കേണ്ട മര്യാദകളും മുഖ്യമന്ത്രി ഇതിൽ പറയുന്നുണ്ട്. 2025 ഒക്ടോബർ 22-ന് സർവേയുടെ ജില്ലാതല നിർവാഹക സമിതി അംഗങ്ങൾക്കായി തിരുവനന്തപുരത്ത് ഒരു ശില്പശാല സംഘടിപ്പിച്ചിരുന്നു. ഈ ശില്പശാലയിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളാണ് ശബ്ദരേഖയിലുള്ളത്. സർവേ നടന്നു പോകുന്നതിനിടയിലാണ് ഇന്നലെ ഹൈക്കോടതി സർവേ നിർത്തിവെപ്പിച്ചുകൊണ്ട് ഉത്തരവിട്ടതും. പൊതുജനങ്ങൾക്ക് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അഭിപ്രായങ്ങൾ പറയാനുണ്ടാകും. അത് കേൾക്കാനാണ് അവിടെ പോകുന്നത് എന്നാണ് മുഖ്യമന്ത്രി ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത്. പക്ഷേ വികസനത്തെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കുമ്പോൾ തന്നെ നിലവിലുള്ളതിനെപ്പറ്റി ധാരാളം സംശയങ്ങളും ആളുകൾക്ക് ഉണ്ടാകുമായിരിക്കും. അതൊക്കെ വിശദീകരിച്ച് കൊടുത്തിട്ട് മാത്രമേ മടങ്ങി വരാൻ പാടുള്ളൂ. എല്ലാം വിശദമായി വിശദീകരിച്ച് കൊടുക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. തുടർഭരണം സാധ്യമാക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു മുഖ്യമന്ത്രിക്ക് നവകേരള സർവേ നടത്തിപ്പിൽ ഉണ്ടായിരുന്നത്. അതിനുവേണ്ടി മാത്രമാണ് സർക്കാർ ഫണ്ടിൽ നിന്ന് 20 കോടി രൂപ അനുവദിച്ച് നവകേരള സർവേ എന്ന പേരിൽ തുടർഭരണ സർവേ സർക്കാർ നടത്തിയിരുന്നത്. തുടർഭരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ശില്പശാലയിൽ പറയുന്നത്. നാടിനുണ്ടായ നേട്ടങ്ങൾ സംരക്ഷിക്കാനും നാടിനെ നല്ല രീതിയിലേക്ക് ഉയർത്താനും തുടർഭരണം ആവശ്യമാണ് എന്നും അല്ലെങ്കിൽ നാട് പുറകോട്ട് പോകുമെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. സാധാരണഗതിയിൽ അധികാരത്തിലുള്ള സർക്കാരുകൾക്കെതിരെ ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ കേരളത്തിൽ എവിടെയും കാണാനില്ല എന്നും സർവേയുമായി പോകുന്ന വോളണ്ടിയർമാർക്ക് അക്കാര്യം മനസ്സിലാകുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. തുടർഭരണം എന്നത് ഒഴിച്ചുകൂടാനാകാത്തതാണ് എന്ന് സർവേയുമായി പോകുന്ന വോളണ്ടിയർമാരുടെ മനസ്സിൽ ഉണ്ടാകണമെന്ന് കൂടി പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത് മൂന്നാം തവണയും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ടല്ലെങ്കിൽ പിന്നെ എന്താണ്? വികസന കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ചിലർ പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചെന്ന് വരും. അതിൽ വീഴാതെ പ്രകോപിതരാകാതെ ശാന്തരായി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കണമെന്നും പ്രകോപനത്തിൽ കുടുങ്ങാതെ ശാന്തമായി കാര്യങ്ങൾ വിശദീകരിച്ചു വരാൻ സാധിക്കണമെന്നുമാണ് മുഖ്യമന്ത്രി പറഞ്ഞ ശബ്ദരേഖയിലുള്ളത്. സർക്കാർ ഫണ്ടിൽ നിന്ന് 20 കോടി രൂപയായിരുന്നു ഈ PR വർക്കിന് വേണ്ടി സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരുന്നത്. ഇതിൻ്റെ ഏറെക്കുറെ തുകയും അനുവദിക്കുകയും ചെയ്തു. PRDയുടെ പ്രത്യേക പ്രചാരണ ഫണ്ട് എന്ന പേരിൽ അനുവദിച്ച ഈ തുകയുടെ നല്ലൊരു ശതമാനവും വ്യത്യസ്ത ജില്ലകളിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പിറന്ന് അധികം കഴിയും മുൻപ് അകാല ചരമമടഞ്ഞ ശിശുവായി പോയി സർക്കാരിൻ്റെ നവകേരള സർവേ. ഹൈക്കോടതി ഇടപെട്ട് ചൊവ്വാഴ്ച സർവേ റദ്ദാക്കിയെങ്കിലും അതിനു മുന്നേ തന്നെ അടപടലം പൊളിഞ്ഞുപോയ ഒരു സ്കിറ്റായി പിണറായി സർക്കാരിൻ്റെ നവകേരള സർവേ. ആകെ 85 ലക്ഷം വീടുകൾ കയറാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് എങ്കിലും ഇതുവരെ ആകെ കയറാനായത് 6 ലക്ഷം വീടുകൾ മാത്രം. പ്രതിഫലം നൽകാതെ 85,000 വളണ്ടിയർമാരെ കണ്ടെത്തി അവരിലൂടെ സർവേ പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം. പക്ഷേ വളണ്ടിയർമാരെ കണ്ടെത്തലും പാളി. പ്രതിഫലം ഇല്ലാത്തതിനാൽ ആകെ വന്ന 45,000 വളണ്ടിയർമാരിൽ പലരും പിന്മാറി. അങ്ങനെ 2 മാസ കാലാവധി തീരാൻ 10 ദിവസം ശേഷിക്കെ പരമാവധി 10 ലക്ഷം വീടുകൾ കയറി അവസാനിപ്പിക്കാനായിരുന്നു സർക്കാരിൻ്റെ ആലോചന. ഇതിനിടയിലാണ് ചൊവ്വാഴ്ച സർവേ റദ്ദാക്കിക്കൊണ്ട് ഹൈക്കോടതി ഉത്തരവിട്ടത്. പൊളിഞ്ഞുപോയ ഒരു നാടകം പാതിവഴിക്ക് അവസാനിപ്പിക്കാൻ ഹൈക്കോടതി തന്നെ നേരിട്ട് ഇടപെട്ടത് ഒരർത്ഥത്തിൽ ഉർവശി ശാപം ഉപകാരം എന്ന് പറയാം. എന്താണ് സർവേക്ക് സംഭവിച്ചത്? 85,000 വളണ്ടിയർമാരെ കണ്ടെത്തി അവരെ ഉപയോഗിച്ചായിരുന്നു ഈ ഒരു സർവേ തീരുമാനിച്ചിരുന്നത്. എന്നാൽ വേതനം കിട്ടില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് അധികമാരും ഇതിന് തയ്യാറാകാതെ വന്നതോടെ ഏതാണ്ട് പകുതി ആൾക്കാരെ മാത്രമാണ് കണ്ടെത്താനായത്. അവിടെ തന്നെ പദ്ധതിയുടെ ആദ്യഘട്ടം പൊളിഞ്ഞു. ജനുവരി 1-ന് ആരംഭിച്ച് ജനുവരി 30-ന് പൂർത്തിയാക്കുന്ന രീതിയിലാണ് ഗൃഹസന്ദർശനങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ പാളിപ്പോയി. വോളണ്ടിയർമാർ പരിശീലനം ആരംഭിക്കാൻ താമസിച്ചതിനാൽ സർവേയും മുടങ്ങി. പിന്നെയും സമയം നീട്ടി നൽകിയിട്ടും 1.5 മാസം കൊണ്ട് ആകെ പൂർത്തിയായത് 6 ലക്ഷം വീടുകൾ. 15,000-ഓളം ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകളിൽ അഥവാ ഓട്ടോ സ്റ്റാൻഡ്, കുടുംബശ്രീ, പാടശേഖര സമിതി തുടങ്ങിയവകളിൽ ചർച്ച നടന്നത് 7,000-ൽ പരം മാത്രം. അഥവാ അതും ഫ്ലോപ്പ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം പരിശീലനം കൊടുക്കാനാകാതെ വന്നതും കേസിൽ തീരുമാനം എന്തായിരിക്കുമെന്ന് സംശയിച്ചതും മറ്റൊരു തടസ്സം. മിക്കയിടത്തും ആവശ്യത്തിന് വളണ്ടിയർമാരെ കിട്ടിയില്ല എന്നതും വേതനമില്ലാത്തതിനാൽ പലരും വിട്ടുനിന്നതും തിരിച്ചടിയായിട്ടുണ്ട്.
ജനുവരി 30-ന് ശേഷം ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചകൾ നടത്തി റിപ്പോർട്ട് സമാഹരിച്ച് ഫെബ്രുവരി 28-നകം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ഇൻ ഗവൺമെന്റിന് അഥവാ IMGക്ക് കൈമാറാനായിരുന്നു തീരുമാനം. എന്നാൽ ശേഖരിച്ച വിവരങ്ങൾ തുറന്ന് പരിശോധിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിക്കാൻ യോഗം ചേരുന്നതിന് മുൻപേ തന്നെ കോടതി വിധിയെത്തി. ഇതോടെ ചെലവഴിച്ച പണവും പാഴായി. 20 കോടിയിൽ ഒരു ജില്ലയ്ക്ക് 5 ലക്ഷം വീതം 70 ലക്ഷം രൂപയാണ് ഇതുവരെ പരിശീലനത്തിനായി നൽകിയത്. ഈ പണം മൊബൈൽ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റ് എന്നിവ തയ്യാറാക്കാനും പ്രചാരണം നൽകാനുമായി ചിലവഴിക്കുകയും ചെയ്തു. ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാവി എന്താകുമെന്ന് കണ്ടറിയണം. നവകേരള സിറ്റിസൺ റെസ്പോൺസ് പ്രോഗ്രാം എന്ന പേരിലായിരുന്നു സർക്കാർ നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചിരുന്നത്. 2026 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെ 80 ലക്ഷത്തോളം വീടുകൾ കയറിയിറങ്ങി വിവരശേഖരണം നടത്തുന്ന രീതിയിലായിരുന്നു സർവേ പരിപാടി. കോളേജ് വിദ്യാർത്ഥികളെ അടക്കം സർവേക്കായി രംഗത്തിറക്കാനും സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. തുടക്കം മുതൽ സർക്കാരിൻ്റെ PR വർക്കാണ് ഇതെന്ന് പറഞ്ഞ് പ്രതിപക്ഷം നടത്തിയ രാഷ്ട്രീയ പോരാട്ടമാണ് ഒടുവിൽ വിജയം കണ്ടത്.